ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് ഫാമിലി ലൈഫ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെയൊക്കെ നല്ല മാച്ചാവും, ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിത് അവിടെ ചിക്കൻ നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബോണോട് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുക്കുക കേട്ടോ. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. പിന്നെ 1 നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നാരങ്ങൻ്റെ നീര് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ചിക്കനിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മാക്സിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്ടി ചൂടായി വന്നാൽ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് കേട്ടോ. 1/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിലിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് ഓരോ പീസസ് ആയിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാത്രം എടുത്തുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി ഒപ്പം തന്നെയാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഒറ്റ ട്രിപ്പാക്കിയിട്ട് തന്നെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ പൊരിച്ചെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചിക്കനെല്ലാം നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓവർ ഫ്രൈ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ചിക്കൻ ഒന്ന് കുക്കായി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ആയിന്നുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇനിയിപ്പം ആ സെയിം ഓയിലിലേക്ക് തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കോരി മാറ്റുക. ഇതിപ്പോൾ കറക്റ്റാണ്. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും മൊരിഞ്ഞ് നല്ല റെഡിയായി വന്നാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ 10-20 ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയെല്ലാം എത്രത്തോളം ചേർക്കണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇനിയിപ്പം ഈ ഉള്ളി ഒന്ന് നല്ലോണം മൊരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇത് ക്രഷ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്തപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതിൻ്റെ മുന്നേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികൾ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അതൊരു 1/4 കപ്പോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കെച്ചപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഒരു 2 തക്കാളി കുക്ക് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കെച്ചപ്പിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
അതേപോലെ 1/4 കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് ഒരു മസാല പരിവായി വരണം കേട്ടോ. ഈ ഒരു സമയം ഇതിൽ ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തത് ഇപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മസാല ഒന്ന് റെഡിയായി തിളച്ചൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഈ മസാലേൻ്റെ ടേസ്റ്റ് ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം 2 മിനിറ്റ് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസാല ടേസ്റ്റെല്ലാം നല്ലോണം ചിക്കനിലേക്കും കിട്ടിക്കോളൂ കേട്ടോ. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അത്രയ്ക്കും പൊളിയാണ്. പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൊറാട്ടൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ച് ആവുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ഒന്നല്ല കേട്ടോ. നോർമൽ സ്പൈസി തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്ത പൊടിയെല്ലാം കാശ്മീരി മുളക് പൊടിയാണ്. ഇത് കുറച്ചും കൂടി സ്പൈസി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതല്ല സ്പൈസ് ഓവറായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഭയങ്കരമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിതിവിടെ പൊറോട്ടൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കോമ്പിനേഷനായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കൂടെ തന്നെ കമൻറ്റും കൂടിയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ കാണുമ്പോഴാണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.